ആസിഫ് അലി നായകനായി എത്തിയ കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമ കണ്ടവരുടെ മനസ്സിൽ തോന്നിയ ഒറ്റ കാര്യമായിരിക്കും ആരായിരിക്കും ബെസ്റ്റ് അവാർഡ് നേടുക എന്നുള്ളത്. എന്നാൽ അതിന് മുന്നേ തന്നെ ബെസ്റ്റ് അവാർഡിന്റെ മുൻപന്തിയിലേക്ക് സ്ഥാനം ഉറപ്പിച്ച ഒരു ചാത്തൻ മലയാള സിനിമയിൽ ഉണ്ട്. കൊടുമൺ പോറ്റി എന്ന മമ്മൂട്ടി അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം അതിന് ബെസ്റ്റ് അവാർഡ് തൂക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. കാരണം നമ്മുടെ മലയാള സിനിമയ്ക്ക് അത്രമേൽ പുതുമകൾ സമ്മാനിക്കുന്ന ഒരു നടൻ കൂടിയാണ് മമ്മൂട്ടി. ഇതിനു മുമ്പ് നടന്ന ബെസ്റ്റ് അവാർഡ് നോമിനേഷൻ പട്ടികയിൽ പൃഥ്വിരാജിനോടൊപ്പം കാതൽ എന്ന സിനിമയുടെ അഭിനയത്തിനാണ് അദ്ദേഹം മാറ്റിവെച്ചത്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയിലുള്ള ആസിഫ് അലിയുടെ അഭിനയം എന്ന് പറയുന്നത്. കാരണം മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയിലെ ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പോൾ ആസിഫ് അലിയുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ആ ഒരു സിനിമയിൽ ആസിഫ് അലിയുടെ ഒരു സോളോ പെർഫോമൻസ് മാത്രമല്ല നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനോടൊപ്പം തന്നെ വിജയരാഘവൻ എന്നുള്ള അതുല്യ പ്രതിഭയുടെ നല്ലൊരു മാസ്മരിക അഭിനയം തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പുപിള്ള എന്നൊരു കഥാപാത്രം മാറി അഴിഞ്ഞാടിയ ഒരു വേഷം തന്നെയായിരുന്നു വിജയരാഘവൻ ആ ഒരു സിനിമയിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും മികച്ച നടൻ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയിൽ രണ്ട് മികച്ച കഥാപാത്രങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഒന്ന് ആസിഫ് അലിയുടെ കഥാപാത്രമായിക്കോട്ടെ, രണ്ട് വിജയരാഘവൻ അപ്പുപിള്ള എന്ന കഥാപാത്രമായിരുന്നാലും. എന്നാൽ ഇവയ്ക്ക് പുറമെ തന്നെ ഇവർക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് മമ്മൂട്ടി ചെയ്ത കൊടുമൺ പോറ്റി എന്ന ആ ഒരു കഥാപാത്രം. അതും നമുക്ക് പരിഗണിക്കേണ്ടതായിട്ട്